അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. മോനെ, ഉമ്മ വിളിക്കുന്നു. ആ, എന്തോ ഉമ്മ? ഷാമോനെ. ആ, എൻ്റെ പൊന്നാര കുട്ടിയേ, ആ തൊടുക്കൊന്ന് കണ്ട് ഇറങ്ങിക്കൂടി ഞങ്ങൾക്ക്. ഉമ്മ, അത് അല്ല എൻ്റെ പൊന്നാര കുട്ടി, നിങ്ങളെ ബാപ്പുള്ളന്ന് ആ തൊടും ഒക്കെ ഒന്ന് കെടുക്കണ കോലം എന്തേന്, എന്തോ ഒരു രസേന് കാണാൻ. ഇപ്പോൾ ഒരു കുട്ടിയാണ്ട് ഇറങ്ങി ചെല്ലൂല. പൊന്നാര കുട്ടി, ആ കാട് വെട്ടിങ്ങോട്ട് പോന്നു അല്ലാതെ വേറൊന്നും നോക്കിയിട്ടില്ലല്ലോ. എത്രങ്ങാനും മരത്തുമ്മൽ പാലെടുക്കാനും ഒക്കെ ഉണ്ട്. ഒരു കുട്ടി തിരിഞ്ഞു നോക്കൂല. പണിക്കാരെന്താ കാട്ടിക്കൂട്ടി പോകണം, അതിനനുസരിച്ച് തന്നെ. ഏതായാലും വല്ലാത്തൊരു തന്നെയാണ്. നിങ്ങളെ ബാപ്പുള്ളതെന്ന് എനിക്കിതൊന്നും അറിയേണ്ടില്ലായിരുന്നു. ഇപ്പം പിന്നെ അവിടെ ഒന്ന് കണ്ണോടിച്ചണം. എൻ്റെ പൊന്നാരുമ്മ, ഉമ്മ അതിനൊന്നും ഇപ്പം നിൽക്കണ്ട. അതൊക്കെ അതിന് മട്ടത്തിന് പോയിക്കോളും. കണ്ടില്ലേ, തോട്ടമൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കിക്കണല്ലോ. എന്തിനാ ഇപ്പോൾ ഉമ്മ അതൊക്കെ ചിന്തിക്കണേ? എത്രങ്ങാനും തേങ്ങ എൻ്റെ പൊന്നാര മക്കൾ അവിടെ വീണ് കിടക്കണേ. ഉമ്മ, നമുക്കൊന്നുണ്ട് ഇറങ്ങി വെക്കാം. എന്തിനാ ഉമ്മ അതൊക്കെ ഞങ്ങൾ എടുത്തു കൊടുന്നോണ്ട്? ആ, നിങ്ങൾ പോകും, നിങ്ങളൊരു കുട്ടി തൊടുക്കാണ്ട് ഇറങ്ങൂല. തേങ്ങൻ്റെ ഒക്കെ വില ഇപ്പം എന്താണ്? ആ, ഇപ്പോഴത്തെ കാലത്ത് ഞമ്മക്കത് പൊറലില്ലാത്ത കാര്യമില്ല. പെറുക്കി കൂട്ടിക്കാണ്ട് ഏതെങ്കിലും പാവങ്ങൾക്കെങ്കിലും കൊടുത്ത് അറ്റങ്ങളെങ്കിലും തേങ്ങ അരച്ചോളൂലേ. ഇപ്പോഴത്തെ തേങ്ങൻ്റെയും വെളിച്ചെണ്ണിൻ്റെ ഒക്കെ വില കേൾക്കുമ്പോൾ പലരും തേങ്ങ പോലും അരക്കലില്ല. ഞമ്മക്ക് ഇവിടെതാ നിലത്ത് അങ്ങനെ വീണ് മുളച്ച് പോവുകയാണ്. അല്ലെങ്കിൽ അതൊക്കെ ഒന്നുകൊണ്ട് പെറുക്കി കൂട്ടിക്കണ്ട് ആർക്കെങ്കിലുമൊക്കെ ഒന്നുകൊണ്ട് കൊടുത്തൂടെ? എൻ്റെ പൊന്നാരുമ്മ, അതൊക്കെ ഇപ്പോൾ എന്താടാ, ഞാൻ ഇപ്പോൾ അതിനെ ഒരാളെ ഏൽപ്പിക്കണോ? ഉമ്മ, ഒന്ന് രണ്ട് ദിവസം ഒരാളുകൂടെ ഏൽപ്പിക്കായിരിക്കും നല്ലത്. അല്ലാതെ ഉമ്മ അതിനൊന്നും പോണ്ട. ഓ, എന്നെക്കൊണ്ട് വെയ്യായിട്ടാണ്. അല്ലേ നിങ്ങളപ്പാൻ്റെ വൈത്തല ഞാനുണ്ട് ഇറങ്ങീനോ. നിങ്ങളപ്പം എന്നെ കൊണ്ട് ഇടിപ്പിച്ചാൽ അയക്കൂലെങ്കിലും എനിക്ക് അതൊക്കെ കാണുമ്പോൾ ഒരു പൊറുതിയായിട്ടായിരുന്നു. തേങ്ങയൊക്കെ ഞാൻ പെറുക്കി കൂട്ടാനൊക്കെ സഹായിച്ചിരുന്നു. അത് നിങ്ങളപ്പം സമ്മതിച്ചില്ല. ഇപ്പം ആണെങ്കിൽ ബാപ്പ പോയതിന് ശേഷം മക്കൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞേ നോക്കൂല. തേങ്ങ അങ്ങനെ വീണ് ഒന്നായിട്ട് അവിടെയും ഇവിടെയും മുളച്ച് കിടക്കണം. എത്രേ തേങ്ങയാണ്. ഉമ്മ, ഞാൻ പോയി നോക്കാം, ഉമ്മ വരണ്ട. ഷമ്മാസ് അത് തോട്ടത്തിലേക്ക് ഇറങ്ങി. പറയുന്ന പോലെ തന്നെ അവിടെ ഇവിടെ തേങ്ങ ഒരുപാട് വീണ് കിടക്കുന്നുണ്ട്. ആരും എടുക്കാറുമില്ല, നോക്കാറുമില്ല. ആ, മുറ്റത്ത് തെങ്ങുമെന്ന് വീണ് ഇങ്ങനെ എടുത്ത് അരക്കണ ആവശ്യത്തിന് എടുക്കും, അല്ലാതെ ഒന്നും നോക്കാറില്ല. അത് ഉപ്പുണ്ടെങ്കിൽ ഇതുപോലൊന്നും ആവില്ലായിരുന്നു. തോട്ടം തൊടൊക്കെ കാര്യമായിട്ട് കാട് പിടിച്ചതൊക്കെ എടുക്കായിരുന്നു. ഇന്നാളിപ്പോൾ ഒരു കാട് വെട്ടുന്ന ആൾക്കാരനെ കൊണ്ട് അവിടേക്ക് ഒന്ന് വെട്ടിച്ചിരുന്നു. പക്ഷെ എന്നാലും അതൊക്കെ പെട്ടെന്നുണ്ടാവും. ഒരു നിമിഷം ഷമ്മാസ് ഉപ്പയെ ഓർത്തു. അതെ, ഉപ്പ ഈ മരങ്ങളും ഈ ഒരു തെങ്ങുകളും എല്ലാം നല്ല രീതിയിൽ നോക്കി വളക്കിട്ട് നടന്നിരുന്നു. എന്നിട്ടിപ്പോൾ എന്താ, ഉപ്പ പോയപ്പോൾ എന്തെങ്കിലും കൊണ്ടുപോയോ? ഒന്നും കൊണ്ടുപോയില്ല. പഠിച്ചോനെ അല്ലാ, അല്ലെങ്കിൽ ഒരുപാട് മുതലും സ്വത്തൊക്കെ വെറുതെ കേട്ടോ. നമ്മൾ തിരിച്ചു പോകുമ്പോഴേ ഒരു 3 കഷ്ണം തുണി മാത്രമേ കൊണ്ടുപോകുള്ളൂ. അല്ലാതെ 6 അടി മണ്ണും. അതാണ് ഞമ്മക്കുള്ള സമ്പാദ്യം. എത്രയോ നമ്മൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടാവും കഷ്ടപ്പെട്ട്. തോട്ടങ്ങളും അതെ കൃഷിയിടങ്ങളും വലിയ വീടും കാര്യങ്ങളൊക്കെ വെക്കും. പക്ഷേ മരണപ്പെട്ടു പോകുമ്പോഴേ ഒരു തരി ഭൂമി പോലും നമ്മൾ കൊണ്ടുപോകില്ല. എല്ലാം ഇട്ടെറിഞ്ഞ് 2 കൈകളും മലർത്തിയിട്ടാണ് നമ്മൾ പോവുക. ഷമ്മാസ് ഓരോന്ന് ആലോചിച്ചപ്പോൾ ഓരോന്ന് തോന്നി. അല്ലെങ്കിലും എന്തിനാപ്പോൾ ഈ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ? അതൊക്കെ ഇങ്ങോട്ട് വിറ്റിട്ട് ആർക്കെങ്കിലുമൊക്കെ കൊടുത്തൂടെ? എന്നാലല്ലേ, എന്നാൽ അതിൻ്റെ ഒരു കൂലിയെങ്കിലും കിട്ടും. ഏതായാലും ഈ തേങ്ങയെല്ലാം പെറുക്കിയിട്ട് ഇത് വിറ്റിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കണം. അതായിരിക്കും നല്ലത്. ഷമ്മാസ് തോട്ടത്തിലൂടെയൊക്കെ ഒന്ന് നടന്ന് വന്ന് ഉമ്മേൻ്റെ അടുത്തേക്ക്. ഉമ്മ, ആ മോനെ, കുറേ അല്ലേ ഉണ്ടും ഒരുപാട് കിടക്കുന്നുണ്ട്. ഉമ്മ, ഞാൻ ഒരു കാര്യം പറയട്ടെ? പൊന്നാര മോനെ, എന്തേ? അല്ലേ, ഇവിടെ തേങ്ങയൊക്കെ ഒരുപാട് വീണ് കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് പെറുക്കിയിട്ട് നമുക്ക് ആർക്കെങ്കിലും ഒന്ന് കൊടുക്കായിരിക്കും നല്ലത്. അതന്നെ മോനെ ഞാനും പറഞ്ഞത്. എന്തിനാണ് ഇപ്പോൾ നമ്മളത്രയൊന്നും ഉപയോഗിക്കൂല. പിന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ വരുമാനത്തിനുള്ള മാർഗ്ഗം അതും ഇതും പലതുണ്ട്. അപ്പോൾ അതെങ്കിലൊക്കെ ഒന്ന് കൊടുക്കുകയായിരിക്കും നല്ലത്. പൊന്നാര മോനെ, ശരിയാണ്. അതൊക്കെ പാവങ്ങൾക്ക് എത്തിമക്കൾക്ക് കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ മറ്റേ ഏട്ടന്മാരും കൂടി സമ്മതിച്ചണ്ടേ അതിന്? എല്ലാവർക്കും ഒരേ മനസ്സാണെന്നില്ലല്ലോ. ഉമ്മ, അതൊക്കെ സമ്മതിക്കാതിരിക്കുമോ? നമുക്കുള്ളതിൽ നിന്ന് സ്വതക്ക് കൊടുക്കുക എന്ന് വെച്ചാൽ അത് ഏറ്റവും നല്ല കാര്യമല്ലേ. അതൊന്നും ഒരു സമ്മതിക്കാതിരിക്കൂല. അല്ല മോനെ, ഇന്നാളൊന്ന് ചോദിച്ചാളാ. കാരണം ഇതിപ്പോൾ ബാപ്പാൻ്റെ മുതൽ എല്ലാവർക്കും കുറച്ചൊക്കെ ഉള്ളതൊക്കെ ഇങ്ങോട്ട് കൊടുത്തേക്കണേ. എന്നാലും ഇവിടെ കുറച്ചും കൂടി ഉണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് ഉള്ളതാണ്. അതോ പ്രത്യേകിച്ച് ഇതിൻ്റെയും കൂടി പേരിൽ ആയപ്പോഴേ
പൊന്നാര കുട്ടിയെ ഉമ്മാക്കൊന്നിനും പോതില്ലടാ. നമുക്ക് നാളെ 6 അടി മണ്ണിൻ്റെ ചോട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെ ഖബർ നല്ല രീതിയിൽ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മളുള്ളതൊക്കെ നമ്മൾ കൊടുക്കണം. എന്നാൽ അതുണ്ടാവും. കൊടുത്തേക്കണമെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നു മാത്രമല്ല, നാളെ ഖബർക്ക് അതൊരു കാര്യവും ചെയ്യും. അല്ലാതെ ഇവിടെ കുറേ ഒന്നും കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. പൊന്നു മോനെ, ഉമ്മാക്ക് ഉണ്ടല്ലോ അവിടെ കുറച്ച് പാടം, അതിൽ കുറച്ച് കവുങ്ങുണ്ട്, റബ്ബറുണ്ട്, തെങ്ങുണ്ട്. അത് 1-2 ഏക്കറേ ഉള്ളൂ. നല്ല സ്ഥലം ആണ്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് മനസ്സൊക്കെ ആഗ്രഹമുണ്ട്, അത് വിറ്റുകാണ്ട് നമുക്ക് എത്തിങ്ങാനൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ പാവങ്ങൾക്ക് കൊടുക്കുക. ഇനിയിപ്പോൾ പെരകളില്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, ഓർക്ക് സ്ഥലം വാങ്ങാൻ പൈസ ഉണ്ടാവില്ല, അതുകൊണ്ട് വീടുകൾ എടുക്കാത്തവരുണ്ടാവും. അങ്ങനത്തെവർക്ക് കൊടുക്കുക. കുഴപ്പമൊന്നുമില്ല, നല്ല സ്ഥലം തന്നെയാണ് അവിടെ. അതിൽ കുറച്ച് തെങ്ങും കവുങ്ങും ഒരു ഭാഗത്ത് റബ്ബറും ഉണ്ട്. 1 ഏക്കർ റബ്ബറും ബാക്കി കവുങ്ങും തെങ്ങുമാണ്. അത് നമുക്ക് അങ്ങോട്ട് കൊടുക്കാം മോനെ. ഉമ്മ, നിങ്ങൾ ശരിക്കും ചിന്തിച്ചിട്ടാണല്ലോ പറയണത്. അതേ മോനെ, എന്തിനാണ് അതൊക്കെ? മരിച്ചു പോകുമ്പോൾ ഒന്നും കൗത്തിലിട്ട് കൊണ്ടുപോകില്ല. അതെ, മരിക്കണതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ചാലേ. ഉമ്മാൻ്റെ മോനെ, എനിക്കൊരാഗ്രഹമുണ്ട്. എന്തേ ഉമ്മ? അല്ലേ, ആ ഉസ്താദ് ഓർക്ക് സ്വത്തും മുതലൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. ഓലിപ്പോൾ താമസിക്കണം തന്നെ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, അതും വാടക കൊടുത്തിട്ട്. എനിക്ക് മോനെ ഒരു ആഗ്രഹമുണ്ട്, ഓൽക്കൊരു വീട് എന്നുള്ളത്. ഓൾക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായാൽ അതൊരു സന്തോഷമല്ലേ. എന്നിപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കുകയെന്ന് വെച്ചാൽ അവനാൻ്റെതായിട്ടൊരു പെരയും കൂടി ഉണ്ടാവുന്നത് അത് ഏറ്റവും ഹൈറന്നല്ലേ. ഉമ്മാൻ്റെ കുട്ടി, നമുക്ക് അതണ്ട് കൊടുത്തിട്ട് ഓൽക്ക് ഒരു വീടിനുള്ള സ്ഥലം ഇതൊക്കെയാണ് കൊടുത്താലോ ഉമ്മ? അത് കുറച്ച് അപ്പുറത്തല്ലേ. എപ്പോഴും ഷെമിത്തയും ഉസ്താദും താമസിക്കാൻ ഏറ്റവും നല്ലത് നമ്മളെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ്. അതെന്താ മോനെ? അല്ലുമ്മ, ഷെമിത്ത എന്ന് വെച്ചാൽ ഉമ്മാനോട് കുറച്ച് സ്നേഹമുള്ള ടീമല്ലേ. അപ്പോൾ പിന്നെ എന്തിനെങ്കിലൊക്കെ ഒന്ന് ഓടി വരാനും ഇതിനൊക്കെ അതായിരിക്കും നല്ലത്. മോനെ, അതും ശരി തന്നെയാണ്. പക്ഷേ ഞാൻ പെണ്ണിനെ കൊണ്ട് പണിയെടുപ്പിക്കണമെന്ന് ഇഷ്ടമില്ലടാ. അല്ലമ്മ, അതുകൊണ്ടല്ല. എന്നാലും നമുക്ക് എങ്ങനെയെങ്കിലും ഒരു വീട് നമുക്ക് സെറ്റാക്കി കൊടുക്കാം. മോനെ, ഏതായാലും നല്ലൊരു മട്ടത്തിൽ തന്നെ ആയിക്കോട്ടെ. ഏതായാലും ഉമ്മാൻ്റെ കുട്ടി അതിന് കോളുകാരുണ്ടാന്ന് നോക്കി ട്ടാ. ഒന്നെങ്കിൽ ആൾക്കാർക്ക് അതാണ്ട് വിറ്റുകാണ്ട് നമുക്ക് ആ പൈസ അങ്ങോട്ട് പാവങ്ങൾക്ക് സ്ഥലം എടുക്കാൻ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തെങ്ങും കവുങ്ങൊക്കെ മുറിച്ചേണ്ടി വരും. ഉമ്മ, അത് വേണ്ടുമ്മ. കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ. നല്ല കരുത്തുറ്റ തെങ്ങുകളും കരുത്തുറ്റ കമുകളുമാണ് അതിലുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ നല്ല വരുമാനമുണ്ട് അതിൽ നിന്ന്. ഉമ്മ, അത് വെറുതെ വെട്ടി നശിപ്പിക്കണ്ട. അതിനേക്കാളും നല്ല അത് കൊടുക്കണമെങ്കിൽ കൊടുക്കുക. അതായിരിക്കും നല്ലത് അല്ലേ. ഉമ്മ എത്രയെന്ന് പറയണേ? പൊന്നു മോനെ, 2 ഏക്കറാണ് ഇപ്പോൾ ഉള്ളത്. 2 ഏക്കറെന്ന് വെച്ചാൽ 2 ഏക്കർക്ക് കുറച്ച് കൂടുതലുണ്ട് തോന്നുന്നുണ്ട്. ഏതായാലും ഉമ്മാൻ്റെ മോൻ പറയണ്ടേ. എന്നാൽ ഷമ്മാസിന് ആഗ്രഹം, അതെ, അത് വാങ്ങണം ഉമ്മയുടെ അടുത്ത് നിന്ന്. എന്നിട്ട് കഴിയുമെങ്കിൽ അത് ഉമ്മയുടെ ആഗ്രഹം പോലെ ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കാരണം വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, കഷ്ടപ്പെടുന്നു. സ്ഥലം വാങ്ങാൻ കഴിവില്ലാത്തവർ. അങ്ങനത്തെവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് അത് ഉപയോഗപ്പെടുത്താലോ. ഷമ്മാസിൻ്റെ മനസ്സിൽ പല ചിന്തകൾ അങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഉസ്താദിനും ഷെമിത്താക്കും ഒരു വീട്, അതും സ്വപ്നം തന്നെയാണ് ഇൻഷാ അല്ലാഹ്. എന്നാൽ ഈ സമയം സൗദ ഉമ്മയോട് പറയുകയാണ്, ഉമ്മ എന്താടി? ഉമ്മ എന്തിനാ പള്ളി കമ്മിറ്റിയിലൊക്കെ പോയി പറഞ്ഞത്? എന്താ പിന്നെ അന്നെ നോക്കാത്ത പോലെ പിന്നെ എന്തങ്ങനെ ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കേ? അതെ, ആണുങ്ങളില്ലെങ്കിലും ജീവിക്കുക, വേണ്ടത് പണമാണ്. ആണുങ്ങളെ കൂടെ ജീവിക്കുമ്പോൾ ഓലതായ രീതിയിൽ നമ്മളിങ്ങനെ അടിമപ്പണി എടുത്ത് ജീവിക്കേണ്ടി വരും. എനിക്ക് അതാ ഇഷ്ടം. കിട്ടാനുള്ളതൊക്കെ എനിക്ക് കിട്ടിയില്ലേ, ഇനി എന്തിനാ ഓനെനിക്ക്? ഉമ്മ, എന്നാലും എന്താടി? മിണ്ടാതെ അവിടെ ഒരു ഭാഗത്തിരുന്നോ, ഞാൻ പറയുന്നത് കേട്ടിട്ട്. എൻ്റെ തന്ത ഉണ്ടായിട്ടപ്പോൾ ഞാൻ ഇന്നിവിടെ കഴിയണത് അല്ലല്ലോ. വേണ്ടാത്തിന് നിൽക്കണ്ട കേട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇത്രയും ദിവസമായിട്ടൊന്നും എന്നെ വന്ന് നോക്ക്. എനിക്ക് 5 പൈസ തന്നിട്ടില്ല. ഉമ്മ, പൈസ ഒക്കെ തരുന്നുണ്ടല്ലോ. പൈസ അത് എൻ്റെ അടുത്ത് ഉണ്ടല്ലോ. പൈസ അങ്ങനെയാണോ തരേണ്ടത്? ഇങ്ങോട്ട് വന്ന് നോക്കണേ. ആശുപത്രിക്ക് വരെ കൊണ്ടുപോയിട്ടില്ല. ഡേറ്റായ പെണ്ണാണിത്. 10 കഴിഞ്ഞ് നിൽക്കുന്ന പെണ്ണ്. 10 കഴിഞ്ഞ് നിൽക്കുന്ന പെണ്ണാന്നുള്ളൊരു ഓർമ്മ ഓനക്കുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കാച്ച്.
ഞാൻ ആര് ചോദിച്ചാണെങ്കിൽ ഞാൻ പറയും ഓളെ മാപ്പിള നോക്കൂല, അല്ലെങ്കിൽ മരിച്ചിക്കണമെന്ന് തന്നെ പറയും. എന്തേ ഉമ്മ വേണ്ട അങ്ങനെയൊന്നും പറയില്ലമ്മ, എനിക്ക് പേടിയാണ്. എന്താണ് എനിക്ക് പേടി? അനക്ക് ഞാൻ പറഞ്ഞില്ല നല്ലൊരു പുതിയാപ്പിളുണ്ട് സത്താറ്, അനക്ക് അതാ നല്ലത്. അല്ലാതെ ആ ചങ്ങായിനല്ലോ ഓൻ ഇത്രയും ദിവസമായിരുന്നു കടന്നിട്ടില്ലല്ലോ. ശരിക്കും അതാ അവളുടെ ഉമ്മാക്ക് കലി കയറിക്കൊണ്ടിരിക്കുകയാണ്. നഷ്ടപരിഹാരം തികച്ചും വാങ്ങണം എന്നുള്ള ചിന്ത മാത്രമായിരുന്നു അവർക്ക്. എന്നാൽ ഈ സമയം പുത്തൻവീട് തറവാട്ടിലേക്ക് അതാ നവാസും മക്കളും കടന്നു വരുന്നു. ഉമ്മ, ആരത്? നവാസിൻ്റെ വിളിയാണല്ലോ. ഉമ്മ, ഉമ്മമ്മ. ആ അല്ല, ആരത്? മക്കളോ? ഫസീലില്ലേ? ഇല്ല, ഓളും ഉമ്മക്ക് ചെറിയൊരു പനി. അപ്പം പിന്നെ പഠിച്ചോനെ ഉമ്രക്കൊക്കെ പോകാനാകുമ്പോഴത്തേന് മാറിയാൽ മതിയായിരുന്നോ അല്ലേ? ആ അത് കുഴപ്പമൊന്നുമില്ല. എന്താടാ ആലോചിച്ചിരിക്കണേ? ഉമ്മ അല്ല, എന്താ ഈ കണ്ടക്കണേ? നവാസേ, എന്താ ഈ കണ്ടക്കണത്? ഒന്ന് പറഞ്ഞായേ. പത്തും തഞ്ഞ് നിൽക്കുകയാണല്ലോ ഓള്. ആര്? ഇത്ര പെട്ടെന്ന് മറന്നോ അതൊക്കെ? എൻ്റെ കെട്ടിയോളെ, എൻ്റെ രണ്ടാമത്തോള്, ഓള് ഡേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ടാവും. എന്താ എൻ്റെ വിചാരം? എന്ത് വിചാരം? ആരെങ്കിലുമൊക്കെ കയറി ഇറങ്ങുന്ന വീട്ടിലേക്ക് എന്തിനാ ഞാൻ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു പോണത്? ആരാടാ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കണ്ട് അതൊന്നും ശരിയാന്ന് വിശ്വസിക്കണ്ട കേട്ടാ. ചിലപ്പോൾ ആ പെണ്ണൊരു പാവമായിരിക്കും, ചിലപ്പോൾ ഉമ്മാൻ്റെ പണിയായിരിക്കും അതൊക്കെ. അതൊന്നും ഉമ്മ എന്തായാലും വേണ്ടില്ല. ഞാൻ പറഞ്ഞത് ഓൾക്ക് കേട്ടിട്ടില്ല. ഓൾക്കുള്ള ഡെലിവറിക്കുള്ള ക്യാഷ് മുഴുവൻ ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഓലോടിനൊക്കെ കഴിക്കാൻ പറയാം. എന്തിനാ? എൻ്റെ ഒരു ആവശ്യം ഇവിടെ വരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ് കേൾക്കാൻ അവർ തയ്യാറല്ല. പിന്നെ ഇപ്പം എന്തിനാ ഉമ്മ? എൻ്റെ പൊന്നു മോനെ, ഉമ്മാൻ്റെ കുട്ടീന്ന് ക്ഷമിച്ചാളി കേട്ടോ. ആ പെണ്ണിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ക്ഷമിച്ചാളി. എന്തിനാ ഉമ്മ? എനിക്ക് ഒരു ഇതില്ല, പ്രസവം കഴിയണേ വരെ ഞാൻ അവളെ നോക്കും. കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ ഞങ്ങളുടെ ഏറ്റെടുക്കും. എന്നിട്ട് അവരവരുടെ ഇഷ്ടത്തിനാണ് വിടും. പോരെ? റബ്ബുൽ തമ്പുരാനെ, എൻ്റെ പൊന്നാരൻ നവാസജ് എന്തൊക്കെയാണ് ഈ പറയണത്? അങ്ങനൊന്നും പറയല്ല ഉമ്മാൻ്റെ കുട്ടിയെ. ഇനി പോൾ അങ്ങനെ ഇറങ്ങിപ്പോയിക്കണേ ഇറച്ചിക്കാണ്ട് ഈ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ. ഉമ്മ, ഞാൻ പറഞ്ഞതാണ് ആ കാര്യം. ഞാൻ ഇന്ന് കാക്കണ്ട പറഞ്ഞതാണ്. പിന്നെ എന്തിനാണ് ഉമ്മ? ഓനെൻ്റെ വാക്കിന് ഓൾക്ക് തീരെ വരല്ല. പിന്നെ ഇപ്പം ഞാൻ എന്തിനാ പോലെ പിന്നാലെ നടക്കണത്? നല്ലവളായിരുന്നു, അതൊക്കെ ഓക്കെ, എനിക്ക് നല്ലോണം അറിയാം, എല്ലാത്തിലും ഓക്കെ ആയിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ മോളെ സ്വഭാവം അങ്ങോട്ട് മാറിയത് ഉമ്മക്കറിയില്ല. ഞാൻ എത്ര വിളിക്കും സൗദ സൗദ എന്ന്, അവളങ്ങനെ അനങ്ങാതെ കിടന്ന എത്ര ദിവസങ്ങളുണ്ട്. എൻ്റെ മക്കൾക്ക് ഞാൻ ചായയും കടയൊക്കെ ഉണ്ടായി കൊടുക്കും. മോളെ ആ വയ്യാത്തോണ്ടായിരിക്കും ഉമ്മ ഒരു വയ്യാകിയില്ലായിരുന്നു അപ്പോഴൊന്നും. എന്താ ചെയ്യുക, മനുഷ്യന് കുറച്ച് ക്യാഷ് കൂടി. അത് ഞാനാണ് ഇതിൻ്റെ ഷോപ്പിൻ്റെ മുഴുവൻ പേയ്മെൻറ്റും കാര്യങ്ങളും അത് അവളുടെയിലേക്ക് വരുന്ന രീതിയിലാക്കിയും കൂടി കൊടുത്തപ്പോഴാണ് കുറച്ചുകൂടി അഹങ്കാരം വീണ്ടും കൂടിയത്. എടാ നവാസേ, അല്ലെങ്കിൽ അങ്ങനൊന്നും വേണ്ടില്ലായിരുന്നു. എനിക്ക് അങ്ങനെ കാട്ടിൽ കുറച്ച് ഏറെയാണല്ലോ. അല്ലെങ്കിൽ പെണ്ണുങ്ങളെ കുറച്ച് കൂടുതലായിട്ട് ഫസീലാനി അങ്ങനെ തന്നെ ഓളെ തലയിൽ വെച്ച് നടക്കല്ലേനോ. ജോള് പറഞ്ഞതിനനുസരിച്ച് മൂളിക്കൊണ്ട് ലാസ്റ്റ് എന്തായി? അങ്ങനെ ഇട്ടവളാണ് പോയി. പിന്നല്ല ഇപ്പം അങ്ങനെ നന്നായി വന്നത്. അതേപോലെ തന്നെ പെണ്ണുങ്ങളായാലും എന്തൊക്കെ തന്നെ ആയാലും ആണുങ്ങളൊരു വര എന്ന് വെച്ച പോലെ ഭരിക്കണമെന്ന് ഞാൻ പറയണില്ല. നല്ല സ്നേഹത്തോടു കൂടി പെരുമാറും ഒക്കെ ആക്കാം. എന്നാലും പെണ്ണുങ്ങൾ ഒരു കൺട്രോൾ ആണുങ്ങളുടെ കയ്യിലുണ്ടാണ് നല്ലതാണ്. അപ്പോൾ ആ ഒരു കൺട്രോൾ വിട്ട് കഴിഞ്ഞാൽ ഓല ഇഷ്ടം പോലെ കാട്ടിക്കൂട്ടും. അതിപ്പോൾ ആരോടായാലും ഞാൻ പറയുന്നതാണ്. ഓലെ ഒരിക്കലും സഹായിക്കണ്ടെന്നോ അല്ലെങ്കിൽ ഓൾക്ക് ഹെൽപ്പ് ചെയ്യാം ഒന്നും ഞാൻ പറഞ്ഞില്ല. നല്ല രീതിയിൽ നോക്കണം, ഓലെ നല്ലപോലെ ഒക്കെ ചെയ്യണം. പക്ഷേ ഓല് പറഞ്ഞ എല്ലാത്തിനും നമ്മളിങ്ങനെ ഒരു മൂളി കൊടുക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് കുറച്ചൊരു കൺട്രോൾ നമ്മൾ പിടിച്ചത് നല്ലതാണ്. അതില്ലാന്നുണ്ടെങ്കിൽ എന്തായിത്തീരും? ഓരോരോ ഇഷ്ടം പോലെ നടക്കും. അപ്പോൾ നമ്മൾ എന്തൊക്കെ തന്നെ ഒരു പാകത്തിന് എന്തായാലും നിങ്ങൾ ഭാര്യയും ഭർത്താവാണ്, നിങ്ങൾക്ക് തമ്മിൽ എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക പറയാം. എന്തൊക്കെ തന്നെയാലും കണക്കിലേറെ നമ്മൾ പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒക്കെ ഓലെ പേരിലാക്കുക, അങ്ങനെയൊക്കെ എത്ര എത്ര കഥകൾ മോനെ കേട്ടക്കണേ. എനിക്കറിയണല്ലേ അതൊക്കെ. അന്ന് ഞാൻ ഒരിക്കലും ഞാൻ എന്നോട് പറയാൻ ഗഫൂർ ഖാൻ്റെ കഥ. മൂപ്പരെന്താട്ടി ഗൾഫിൽ കുറേ കാലം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് എന്താട്ടി മുഴുവൻ അങ്ങോട്ട് പെണ്ണുങ്ങളെ പേരിൽ എഴുതി കൊടുത്തു. ഒക്കെ പെണ്ണുങ്ങളാണെങ്കിലും ഓളെ പേരിലാക്കുകയും ചെയ്തു. ഉള്ള വീടും സ്ഥലവും സ്വത്തും മുതലും ഒക്കെ. ലാസ്റ്റ് അറബി പറഞ്ഞു, ഈ ഗഫൂറിന് കണ്ണിന് കാഴ്ച കുറവാണ്, നിങ്ങൾ നാട്ടിൽ പോയിക്കോളി എന്ന് പറഞ്ഞു.
അതിൽ ഇവല് മൂപ്പര് വല്ലാതെ സങ്കടപ്പെട്ടു. പ്രായമായും തുടങ്ങിയേനു. അപ്പോൾ എന്താട്ടി നാട്ടിക്ക് കൊണ്ടുവരാൻ വന്നെ എയർപോർട്ടിക്ക് എന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടി വന്നില്ല, പെണ്ണുങ്ങളും വന്നില്ല, കുട്ടികളും വന്നില്ല. നിങ്ങളിവിടെ വന്നിട്ട് എന്താ കാട്ടുന്ന? പാത്രം കഴുകണ ജോലിയെങ്കിലും നിങ്ങൾക്ക് ചെയ്തൂടെ? കണ്ണിന് കാഴ്ചയില്ലേ വിചാരിച്ച് കണ്ട് അങ്ങനെ ചെയ്യണോ? അങ്ങോട്ട് പോരണോ? പാത്രം കഴുകലും ക്ലീനിങ് ചെയ്തൂടെ എന്നാണ് പറഞ്ഞത്. പിന്നെ ഇപ്പം എന്താ കാട്ടുക? മൂപ്പര് വന്നു. ഇവിടെ ലാസ്റ്റ് വന്നപ്പോൾ ഒരു കുട്ടി എയർപോർട്ടിൽ കൊണ്ടുവരാൻ വന്നില്ല. വന്ന് നോക്കിയപ്പോൾ ഓരില്ല, ഓല് വലിയ വലിയ വീടും ഇതൊക്കെ എടുത്ത് ഓല് പൊയ്ക്കണ്. മോള് MBBS ആണ്, മോൻ ഏതോ വലിയ ബിസിനസ്സും കാര്യങ്ങളും. മോലപ്പം പോയി. ലാസ്റ്റ് എന്തായി? മൂപ്പർക്കൊന്നും ഇല്ലാത്ത രീതിയിലായി. കാരണം എന്താ? ഭാര്യയില്ല, മക്കളില്ല, സ്വത്തുമില്ല, മുതലില്ല, ഒക്കെ മൂപ്പത്തിയാരെ പേരിൽ. കുറേ കഷ്ടപ്പെട്ട് വീടിനും നാടിനും കുടുംബത്തിനും വേണ്ടി അന്വേഷിച്ചു. ഇവിടെ ലാസ്റ്റ് ഒന്നും ഇല്ലാതായി. പിന്നെ ലാസ്റ്റ് ഏതായാലും അറബി ഏതായാലും എന്തൊരു ഗിഫ്റ്റ് കൊടുത്തേക്കലും അറബി നാട്ടിൽ തന്നെ അങ്ങോട്ട് ഗൾഫിൽ തന്നെ വിളിച്ചു. അതാണ് ഞാൻ പറയണത്. അല്ലാതെ അങ്ങനെ നമ്മൾ കാട്ടി കൊടുക്കാൻ പാടില്ല. എല്ലാതും പെണ്ണുങ്ങളെ പേരിലാക്കുന്ന സ്വഭാവം പല ആണുങ്ങൾക്കുള്ള തന്നെയാണ്. കുറച്ചൊരു ലിമിറ്റ് വേണം. എല്ലാം കൂടി ഓലെ മനസ്സ് എപ്പോഴാണ് മാറുക പറയാൻ പറ്റില്ല. ഇപ്പം നമ്മളെ ഫസീലൻ്റെ സ്ഥിതി അത് തന്നെയാണല്ലോ. ഓളെ ഇഷ്ടം പോലെ പൈസയും കാര്യങ്ങളും അതങ്ങനെ. പിന്നെ ഇനിയിപ്പോൾ സൗദക്കും ഇജ്ജ് അങ്ങനെ ആക്കി കൊടുക്കരുത്. നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഓലെ കയ്യിലാണ് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ എന്തിനാ അത്രയും ആണുങ്ങളൊപ്പം ഉണ്ടാകുമ്പോൾ പൈസൻ്റെ ആവശ്യമില്ലല്ലോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓലോട് ചോദിക്കുക, ഓല് തരും. അല്ല നമ്മളെ കാര്യം ഓല് നിറവേറ്റി തരും. അതല്ലേ വേണ്ടിയത്. അല്ലാതെ ഇപ്പോൾ ഈ പൈസ ഇരുന്ന് നടക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ഓലെന്നെ പോരാ. കാരണം ആണുങ്ങൾ ഉണ്ടായിക്കൊണ്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ പൈസ ആയിട്ട് നടന്ന് ഓലെ ഇഷ്ടം പോലെ കാട്ടിക്കൂട്ടുന്നത് ശരിയല്ല. എപ്പോഴും നമ്മൾ ആണുങ്ങളെ ലീഡർ സ്ഥാനത്ത് കാണണം. എൻ്റെ ബാപ്പ പറയാത്ത ഒരു കാര്യം ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല. നിങ്ങളെ ബാപ്പ എന്നെ കൊണ്ടു നടക്കും, എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോകും, കാണിച്ചു തരും, വാങ്ങിത്തരും. എന്നാലും ഈ ഐഷുമ്മ എൻ്റെ ഇഷ്ടത്തിനൊരു 5 പൈസ കൊടുത്ത് ഒരു സാധനം വാങ്ങുക അതൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളെ ബാപ്പ ഉള്ളിടത്ത് കാലം നിങ്ങളെ ബാപ്പ തന്നെ ആയിരുന്നു ഒക്കെ. അങ്ങനെ ആയിരുന്നു. ഒരു കുഴപ്പമില്ലേനു ഞങ്ങളുടെ ജീവിതത്തിൽ. ബാപ്പ പോയതിനു ശേഷം ഇതൊക്കെ ഇപ്പം എൻ്റെ അധീനത്തിലായത്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇതൊന്നും കൊണ്ടെടുക്കാനൊന്നും. അതൊന്നും ഞാൻ അപ്പോഴേ പറഞ്ഞത്, നിങ്ങളെ ബാപ്പ മരിച്ചതിന് ശേഷം ബാപ്പാൻ്റെ മുതലും കാര്യങ്ങളൊക്കെ നിങ്ങളെ പേരിലൊക്കെ ആക്കി തരാൻ. അതൊക്കെ കിട്ടാനുള്ളതൊക്കെ കിട്ടിയില്ല. ഇനി ബാക്കി കുറച്ചും കൂടെ അല്ല ഇവിടെ ഉള്ളത്. അതാണ് മക്കളെ പറഞ്ഞത്. പെണ്ണുങ്ങളിങ്ങനെ ഭരിച്ചാൽ നടന്നാലേ ഓലെ മനസ്സ് എപ്പോഴും മാറുക പറയാൻ പറ്റില്ല. അതുകൊണ്ട് പൊന്നാരൻ നവാസ് ഇഞ്ഞെങ്കിലും ചെന്ന് കരുത്. എനിക്കിത് ഒന്നല്ല, 2ാമത്തെ അനുഭവമാണ് ഈ വരുന്നത്. കരുതിക്കോ. പണ്ടും പൈസയൊക്കെ കൂടുതൽ കിട്ടിക്കഴിയുമ്പോൾ ആൾക്കാരുടെ സ്വഭാവം മാറണം, അഹങ്കാരികളായി മാറുകയാണ്. എന്തോരം നല്ല മട്ടത്തിനേനു ആ പെണ്ണിനോട് വിളിച്ചു കൊടുന്നതിൻ്റെത്. എത്ര നല്ല തീലേനു. ഓൾക്ക് എന്തൊരു സന്തോഷം. പിന്നെ അങ്ങോട്ട് പൈസ കൂടി പിന്നെ വീട് സ്ഥലം കാര്യങ്ങൾ അതൊക്കെ അങ്ങനെ പൊന്തൽ തുടങ്ങിയപ്പോൾ ഓൽക്കും തോന്നി ഇതിപ്പോൾ ഏതായാലും ഇങ്ങനെ തന്നെ ആണ് നല്ലത് എന്ന് തോന്നി. ഓള് പാട്ടിന് പോയി. അത് പറഞ്ഞാൽ മതി, അല്ലേ പുതിയാപ്പൻ്റെ വാക്ക് കേട്ട് ഓൾക്ക് ഇവിടെ നിൽക്കായിരുന്നു. ഞാൻ എന്നോടാ പറയണത് ക്ഷമിച്ചോ, ഒന്നും കൂടി പോയി വിളിച്ചാളാ. ഉമ്മ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? ഞാൻ ഇനി അങ്ങോട്ട് ചെല്ലേ. ഞാൻ ഓളെ വിളിച്ചിട്ട് ഓള് നിന്നിട്ടില്ല. എന്നിട്ടിപ്പോൾ ഞാൻ പൊന്നു മോനെ ഞാൻ ഒന്നും പറയണില്ല. നിങ്ങൾ മട്ടം പോലെ എന്താ വെച്ചാൽ കാട്ടിക്കോളി. എനിക്ക് ആ പെണ്ണിന് പള്ളിയിലുണ്ടായിട്ടാണ്, അല്ലെങ്കിൽ ഇതിന് ഞാൻ നിൽക്കൂലായിരുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ ചാമതേനു. ഇതിപ്പോൾ അങ്ങനെ ആയിപ്പോയില്ലേ. നമ്മളെ കുട്ടിയില്ല ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാജ്. ഐഷുമ്മ കരയുകയാണ്. ഉമ്മ നിങ്ങൾ കരയണ്ട, ഓൾക്കുള്ള പ്രസവത്തിനും കാര്യങ്ങൾക്കുള്ള പൈസ ഞാൻ അയച്ചു കൊടുത്തോളാം. പിന്നെ എന്നെക്കൊണ്ട് കഴിയൂല മഞ്ഞു അങ്ങോട്ട് പോവാൻ, അല്ലെങ്കിൽ ഇടങ്ങാറായിക്കണ്. ഇപ്പോൾ ഏതാ സത്താറുണ്ടല്ലോ, എവിടേക്ക് നടക്കുന്ന ആളാ, അവനവിടെ കയറി ഇറങ്ങുന്നുണ്ടെന്നുള്ള അതും കൂടി കേട്ടപ്പോൾ എനിക്ക് ആകെപ്പാടെ ടെൻഷനായിപ്പോയി. ഇനി ഉമ്മ ആവില്ല, ഇനി മതി, ഇത് കഴിയൂലമ്മ, കയ്യായിട്ടാണ്. എൻ്റെ പൊന്നു മോനെ, ഓളെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ നോക്കണം. ഉമ്മ അത്ര എന്നോട് സ്നേഹമുള്ളവളാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവോ? ഗൾഫിൽ നിന്ന് തന്നെ എന്നോട് ഓളെ സ്വഭാവ മാറ്റങ്ങളൊക്കെ തുടങ്ങിയത് എനിക്കറിയായിട്ടില്ല. ഓള് നല്ലോണം അങ്ങനെയല്ലായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ ഈ മക്കളെ എന്നോട് ഒരു ദിവസം പറയാം, നിങ്ങളെ മക്കളെ നോക്കാറെന്നല്ല ഞങ്ങൾ കെട്ടിക്കൊടു നിൽക്കുന്നത്, ഞാൻ നിങ്ങളെ ഭാര്യ കൂടിയാണ്, അല്ലാതെ നിങ്ങളെ ജോലിക്കാരിയല്ല. ഒരു ദിവസം എന്നോട് പറഞ്ഞു കേട്ടപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിയുമ്മ. ഞാൻ വേറെ സൗദാ ഈ ആളങ്ങനെ മാറിപ്പോയല്ലോ, ഇങ്ങനെ ഇല്ലായിരുന്നല്ലോ നീ അറിഞ്ഞപ്പോൾ പറഞ്ഞു. കാലാകാലം നിങ്ങളെ മക്കളെ നോക്കാനാണോ എൻ്റെ ജീവിതം? അതാ പറഞ്ഞത്. കുറച്ചൊക്കെ അഹങ്കാരം കൂടി പോയില്ലമ്മ. നല്ലവളായിരുന്നു, അതൊന്നും ഞാൻ പറഞ്ഞില്ല, നല്ല പെണ്ണൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ചിലപ്പോൾ ഒരു വർത്താനം അത് മോനെ അതൊക്കെ ആ തള്ളൻ്റെ പണിയായിരിക്കടാ, അത് മൂപ്പിച്ചെടുക്കായിരിക്കും. അല്ലാതെ
ഉമ്മ എന്തായാലും വേണ്ടില്ല, ക്യാഷ് ഞാൻ കൊടുത്തോളാം, അവരെന്താ വെച്ചാൽ ചെയ്തോട്ടെ, അതൊന്നും കുഴപ്പമില്ല. അല്ല, എന്നാൽ ഞാൻ എൻ്റെ മട്ടന്മാരെന്താ വെച്ചാൽ കാട്ട്, എന്നെക്കൊണ്ട് കഴിയണ ഞാൻ പറഞ്ഞിക്കണ്. ഞാൻ റജിനത്താൻ്റെ പേരിൽ പോയപ്പോഴും എന്നെ റജിനത്തെയും പറഞ്ഞത് ഇതിന് നിൽക്കൂലേനും, ഞാൻ ഇത്രയും മോശപ്പെട്ടതാണെങ്കിൽ ഇതിന് നിൽക്കൂലേനും, പോലെ സ്വഭാവം പറ്റങ്ങണ്ട് മാറിയതും. പിന്നെ റജിനത്തെയും പറഞ്ഞു സത്താറ് വല്ലാതെ അവിടെ അങ്ങോട്ട് ഇപ്പോൾ ഒന്നും പോയി നിൽക്കുകയാണെന്ന്. ഏതായാലും പഠിച്ചോൻ കാക്കട്ടെ റബ്ബേ. ഉമ്മ നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട. അപ്പോൾ തന്നെ അതാ സൗദയുടെ അക്കൗണ്ടിലേക്ക് കുറച്ചധികം ക്യാഷ് അതാ നവാസ് ഇടുന്നു. സൗദ ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നു. അവളും തന്നെ തിരിച്ച് ഒരിക്കൽ പോലും നവാസ്കയെ വിളിച്ചില്ലായിരുന്നു. പെട്ടെന്ന് തൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നത് കണ്ട് അവൾ ശരിക്കുമൊന്ന് ഞെട്ടി. റബ്ബേ, ഇതിപ്പോൾ നവാസ്കയുടെ അക്കൗണ്ടിൽ നിന്നാണല്ലോ അയച്ചിട്ടുള്ളത്. കുഴപ്പമില്ലാത്തൊരു സംഖ്യ ഉണ്ടല്ലോ. ഉമ്മക്ക് ആശ്വാസമായിട്ടുണ്ടാവും. ഉമ്മ ഉമ്മ ആ എന്താടി? ഇതാ നവാസ്ക പൈസ അയച്ചിക്കണ്. ഓ, എത്ര അയച്ചത്? ഉമ്മ ഇതിലേക്കിപ്പോൾ 2 ലക്ഷം രൂപയാണ് അയച്ചിട്ടുള്ളത്. 2 ലക്ഷം? എന്താപ്പോ പയമരുന്നും ഇല്ലേ? ഉമ്മ കുറേ അയച്ചില്ലേ? പ്രസവത്തിൻ്റെ കാര്യത്തിന് 2 ലക്ഷമൊക്കെ ധാരാളമാണല്ലോ. 2 ലക്ഷം 2 ലക്ഷമല്ല, ഓനെ കൊണ്ട് 20 ലക്ഷം ഞാനിപ്പോൾ വാങ്ങിത്തരാം. അവിടെ നിൽക്കജ്. ഉമ്മ ആവശ്യത്തിനുള്ളതൊക്കെ അയച്ചില്ലേ, ഇനിയൊന്നും പറയണ്ട. എന്താടി എനിക്ക് 2 ലക്ഷം കൊണ്ട് എൻ്റെ കഴിയുന്ന എൻ്റെ വിചാരം? ഒരിക്കലും ഇല്ല. ഓനെ പൈസ ഇല്ലായിട്ടില്ലല്ലോ, എത്ര കോടിക്കണക്കിന് ഉറുപ്പ്യ ഉണ്ടാവും ഓരോരുത്തൊക്കെ. കൈ വല്ലാണ്ടായില്ല. ഉമ്മ നവാസ്ക അയച്ച പൈസ കൊണ്ടല്ലേ ഈ വീടും ഒക്കെ ഇവിടെ ഉണ്ടായത്. അതൊക്കെ നവാസ്കന്നല്ലേ. ഓള് കണക്ക് പറയാൻ തുടങ്ങി എന്നോട്. ആളെ അയച്ച പൈസ അറിഞ്ഞാണ്ട്. ഇജ് എൻ്റെ മോളല്ലേ, ഞാൻ പറ്റ മോളല്ലേ ഇജ്, അപ്പം എനിക്ക് കൂടി അവകാശപ്പെട്ടതന്നെയാണ് അതൊക്കെ. അല്ലാതെ ഈ ഒരിക്കലും അയിമ പിടിച്ച് തൂങ്ങണ്ട. ഇനി അതൊക്കെ എൻ്റെ പേരിൽ ഞാൻ ആക്കിക്കണ്, അത് മറക്കണ്ട. നല്ല മട്ടത്തിൽ മാനം മര്യാദ എനിക്ക് ഇവിടെ നിൽക്കണേ നിൽക്കാം. ഇജ് നവാസ്കാർ നിറവൊഴിച്ചിട്ട് ഒരു കാര്യമില്ല. അവിടെ നിൽക്ക്. എന്നാൽ അപ്പോൾ തന്നെ അതാ റജിനത്തയുടെ വീട്ടിലേക്ക് സൗദയുടെ ഉമ്മ കയറി ചെല്ലുന്നു. റജിന പഠിച്ചോനെ. എന്തേ പൊന്നാര റജിന, ഞങ്ങൾക്ക് ഈ ബന്ധം വേണ്ട, ഞങ്ങളത് ഒഴിവാക്കണ്, ഞങ്ങൾക്കിത് കഴിയൂല. എന്തിനാണ് ഇപ്പോൾ നോക്കാത്ത ആണുങ്ങളെ ഞമ്മക്ക്? ഞാൻ ഡൈവോഴ്സ് നോട്ടീസ് കൊടുക്കാൻ വേണ്ടി പറയട്ടെ. ഒരിക്കൽ പോലും സൗദിയും ഇങ്ങളെ മോനായിട്ട് ഒരുമിച്ച് പോകില്ല. ഒരു തമ്മിൽ യോജിപ്പില്ല. വെറുതെ എന്തിനാണ് ഇങ്ങനെ? ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടണം അതിൻ്റെ പേരിൽ. ഓളെ കല്യാണം കഴിച്ച് ഓളെ കേട് വരുത്തി ഗർഭിണിയൊക്കെ ഇവിടെ കൊടുന്ന് ഇട്ടില്ലേ, അതിനുള്ള പൊന്നാര താത്ത, അത് നിങ്ങൾ തന്നെ വന്നതല്ലേ. അല്ലാതെ എന്നാലെന്താ, ഞങ്ങൾ കൊണ്ടുവന്നാണെങ്കിൽ ഓനൊന്ന് കൊണ്ടുവരാൻ വേണ്ടിയതല്ലേ, അങ്ങനല്ലേ വേണ്ടിയത്. അല്ലാതെ എന്തിത്? ഞങ്ങൾക്ക് ഓരോ വേണ്ടന്നെ, ഞങ്ങൾക്ക് കുറച്ച് ക്യാഷിൻ്റെ ആവശ്യമുണ്ട്. എന്തായാലും ഓൻ ഒഴിവാക്കിയിട്ട് ഞങ്ങളതുകൊണ്ട് ശരിയാക്കിക്കോളാം. ശരിക്കും റജിനത്ത് ഞെട്ടിപ്പോയി. താത്ത നിങ്ങൾ വേണ്ടാത്തിന് നിൽക്കല്ലിപ്പോൾ. ആ പെണ്ണിൻ്റെ പ്രസവവും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. ആര് പറഞ്ഞു പ്രസവം കഴിയണമെന്ന്? ഒരു കാര്യമില്ല. എന്തിനാ പ്രസവത്തിന് ഓൻ വരേണ്ട ഒരു ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇവിടെ ആളുണ്ട്. താത്ത നിങ്ങൾ വേണ്ടാത്ത കാര്യമൊന്നും ചെയ്യല്ലേ. എൻ്റെ മോൾക്ക് ഓനോട് താല്പര്യമില്ല, പിന്നെ ഇപ്പം എന്തിനാ നിങ്ങളൊക്കെ ഇങ്ങനെ ഇടങ്ങാറാണത്? അതും പറഞ്ഞുകൊണ്ട് അതാ കുഞ്ഞിക്കതിയാത്ത അവിടെ നിന്ന് ഇറങ്ങുന്നു. നേരെ സത്താറിനെ വിളിച്ചു. സത്താറേ. എന്തോ ഉമ്മ? സത്താറേ, ഞമ്മക്കൊന്ന് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയി തരണം, എൻ്റെ മോളൊന്ന് കാണിക്കണം. ആയിക്കോട്ടെ, ഞാൻ വരാലോ. അപ്പോൾ തന്നെ സത്താറ് എവിടുന്ന ഒരു കാറ് വാടകയ്ക്ക് എടുത്തുകൊണ്ട് അങ്ങോട്ട് കയറി വന്നു. എടി സൗദ, മാറ്റിക്കോ. എന്ത്? അന്നെ കാണിക്കൊന്നും വേണ്ടേ? എൻ്റെ ഡേറ്റ് എടുത്തേക്കണേ, ഒന്ന് കാണിച്ചു വരെ. എന്ന് കാണിച്ചതപ്പോൾ അത്? ഉമ്മ അത് കയറാനാ പറഞ്ഞത്. വേഗം ഇവിടുന്ന് പ്രസവിക്കാൻ എനിക്ക് പൂതി. ഉമ്മ വേഗം മാറ്റിക്ക. ഉമ്മയുടെ ഭീഷണിയിൽ വഴങ്ങി അവൾ മാറ്റി. കയറിക്കോ, മുന്നിൽ കയറിയിരുന്നോ. ഉമ്മ അത് വേണ്ടമ്മ. എന്താടി, ബാക്കിൽ കുത്തിക്കുരുങ്ങലൊക്കെ ഉണ്ടാവും, മുന്നിക്കിരുന്നോ. വേണ്ട, ഞാൻ ഇരിക്കൂല. എന്താ മോളെ? സത്താറിൻ്റെ സ്നേഹത്തോടെ ഉള്ള വിളി. എന്താ സൗദ, നീ എന്നെ എപ്പോഴും അന്യനായിട്ടാണ് കാണുന്നത്. ഞാൻ നിന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നെന്ന് നിനക്കറിയോ? നീ ഒന്നും കൊണ്ട് വിഷമിക്കണം. നിനക്ക് ഞാനില്ലേ. അവൻ്റെ ആ ഒരു ബീഡിക്കറ പുരണ്ട ആ ഒരു പല്ല് കണ്ടപ്പോൾ തന്നെ അവൾക്ക് അറപ്പും ദേഷ്യവും വന്നു.
അറപ്പാകുന്നു. സിഗരറ്റിൻ്റെ സ്മെല്ലും ഒക്കെ ഉണ്ട്. അവളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവൾക്ക് ശരിക്കും പറഞ്ഞാൽ ഛർദ്ദിക്കാനാണ് വന്നത്. ഉമ്മ, എനിക്ക് മുന്നേ ഇരിക്കാനാവില്ല. എന്താണ് എനിക്ക് മുന്നേ ഇരിക്കാൻ പറഞ്ഞാൽ കേൾക്കൂല ജി? മുന്നിൽ കയറിയിരുന്നോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. വേണ്ടുമ്മ, ആരെങ്കിലും കണ്ടാൽ. എന്താണ് കാണാൻ? എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനത് ചെയ്യുന്നത്. പിന്നെ റജിനാൻ്റെ പേരിനെ മുമ്പ് കൂടെയാണ് കൊണ്ടേക്കോ ട്ടാ വണ്ടി. സത്താറെ, അവൾ മനമില്ലാ മനസ്സോടു കൂടി അതാ വാഹനത്തിൽ കയറുന്നു. എന്നാൽ അവൾ ഭയന്ന് ഒടുവിൽ മുന്നിൽ കയറി. അവൾക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു സത്താറിൻ്റെ കൂടെ ഇരിക്കുന്നത്. എന്നാൽ അത് കണ്ട് കുഞ്ഞിക്കതിയാത്താക്ക് വല്ലാത്ത സന്തോഷമായി. ഒന്ന് കാട്ടി കൊടുക്കണം എല്ലാവർക്കും. നേരെ വണ്ടി ഇതിലുണ്ട് വിട്ടോ. നേരെ റജിനാൻ്റെ വീടിൻ്റെ മുമ്പിലൂടെ വിടാൻ പറഞ്ഞു. അതെ, റജിനാൻ്റെ വീടിൻ്റെ മുമ്പിലെത്തുമ്പോൾ ഒന്ന് വണ്ടി നിർത്തിട്ടാ. അങ്ങനെ അതാ ശരിക്കും അവൾക്ക് ഭയം തോന്നി. പഠിച്ചോനെ, എന്തൊക്കെയമ്മ ചെയ്യണത്? റജിന, ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോവുകയാണ്, ഇനി പറഞ്ഞോണ്ടേ ഞങ്ങളെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ടാന്ന്. പെട്ടെന്ന് റജിനത്ത് ആ ഒരു കാഴ്ച കണ്ടു. പഠിച്ചോനെ, ആ സത്താറ് ഓൻ്റെ കൂടെയുള്ള ഓള് ഇരിക്കണേ റബ്ബേ. ഇതൊക്കെ നവാസൊക്കെ കണ്ട എന്തിനു നന്ന്. എന്താ റബ്ബേ ഈ താത്താൻ്റെ സ്വഭാവം ഇങ്ങനെ. എന്നാൽ അപ്പോഴേക്കും അയൽവാസി താത്തയായ ആ ഏഷണിക്കാരി അങ്ങോട്ട് വന്നു. റജിന, എന്തായിപ്പോൾ? ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കും വിശ്വാസമില്ലേനു. ഇപ്പം എന്തായി നേരിട്ട് കാണണ്ടില്ലേ? ഓനെ കെട്ടിക്കണ്. അല്ലാതെ ഇപ്പം ഇങ്ങനെ മുന്നിലൊപ്പം ഇരുന്ന് പോവോ? പൊന്നാര താത്തങ്ങളൊന്നും പറയല്, ഗർഭിണിയായ പെണ്ണാണത്. എന്നാലും ഇപ്പം എന്താ വല്ലാത്തൊരു കാഴ്ചയായിപ്പോയില്ലേ അത് കണ്ടത്. എന്നാൽ അതാ അവർ ഷമ്മാസിൻ്റെ ഷോപ്പിന് മുമ്പിലൂടെയാണ് പോയത്. ഉമ്മാക്ക് തന്നെ ഷമ്മാസും അതൊന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഷമ്മാസിൻ്റെ ഷോപ്പിന് മുമ്പിൽ ഒന്ന് നിർത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു. വാഹനം പെട്ടെന്ന് അവിടെ നിന്നപ്പോൾ ഷോപ്പിലുള്ളവർ നോക്കി. ഷമ്മാസ് ഒരു നിമിഷം ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടി. പഠിച്ചോനെ, എന്തീ കാണുന്നത്? സൗദത്തല്ലത്? അത് എന്തപ്പോൾ സൗദത്ത? ആരുടെ കൂടെയാണത്? ഓ, ഉമ്മയുണ്ടോ? ഇനിയിപ്പോൾ എന്തെങ്കിലും പെയിനെങ്ങാനും തുടങ്ങിയിട്ട് പോവുകയാണോ? എന്നാൽ ഷമ്മാസിന് നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് അവൻ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, അല്ല സൗദത്ത, എന്താ നിങ്ങൾ? എന്നാൽ സൗദിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നോ? എന്നാൽ അപ്പോൾ തന്നെ അതാ കുഞ്ഞിക്കതിയാത്ത പറഞ്ഞു, അതേ, എൻ്റെ ഏട്ടനാണ് കിടക്കും വന്ന് നോക്കൂല്ലല്ലോ. ഞമ്മക്ക് ആളുണ്ട് ഇവിടെ, ഞമ്മക്കിത് ആളുണ്ട്. ആശുപത്രി കൊണ്ടുപോകണം, ഡേറ്റ് അയക്കണില്ലേ? 10 കഴിഞ്ഞ് നിൽക്കല്ലേ, ഒരു കുട്ടിയാണ് കിടക്കണില്ലല്ലോ. ശരിക്കും ഷമ്മാസ് ഞെട്ടിപ്പോയി. ഞാനും ഉമ്മയും ചെന്നപ്പോൾ ചീത്ത പറഞ്ഞ് ആട്ടി വിട്ട ടീമാണ്. ഇപ്പോൾ പറയുന്നത് കേട്ടില്ലേ? അതും പറഞ്ഞുകൊണ്ട് അതാ സത്താറിനോട് വണ്ടി എടുക്കുവാൻ വേണ്ടി അവർ ആവശ്യപ്പെട്ടു. ശരിക്കും ഷമ്മാസ് ഞെട്ടിപ്പോയി. റബ്ബേ, എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? എനിക്കറിയുന്നില്ലല്ലോ. ഷമ്മാസിന് ആകപ്പാകെ ടെൻഷനായി. ഇനിയിപ്പോൾ ഇക്കാക്ക എങ്ങാനും അത് കണ്ടാൽ അതൊക്കെ പ്രശ്നമായി തീരുമല്ലോ. എന്നാലും എന്താ റബ്ബേ, വല്ലാത്തൊരു. ഷമ്മാസിന് ആ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. റബ്ബെ, ഞാൻ എന്ത് ചെയ്യും? ഉമ്മാനോട് പറയേ, അതോ നവാസ്ഖാനോട് പറയേ? ഇനിയൊരു പക്ഷേ ഞാനത് കണ്ട് പറഞ്ഞാൽ അത് അതിനേക്കാളും പ്രശ്നമായിത്തീരും. ഇനിയിപ്പോൾ എന്താ മനസ്സിൽ വെക്ക്, എനിക്കറിയില്ല. റബ്ബേ പഠിച്ചോനെ, എന്താ നവാസ്ക്ക് തീരുമാനിക്കുക? എന്താവോ? ഗർഭിണിയാണ്, ശരിയാണ്, പുത്തൻവീട് തറവാട്ടിലെ കുട്ടിയാണ്, എല്ലാം കൂടി ആലോചിക്കുമ്പോൾ. എന്നാൽ ഷമ്മാസ് ആ നിമിഷം തന്നെ അതാ അവരെ ഫോളോ ചെയ്തു. അവൻ കാറെടുത്തുകൊണ്ട് പോയി. കാരണം അവരെങ്ങോട്ടാണ് പോകുന്നതെന്നറിയാൻ. ശരിയാണ്, അവർ ഹോസ്പിറ്റലിലേക്ക് തന്നെയായിരുന്നു പോയിരുന്നത്. ഷമ്മാസ് ജസ്റ്റ് അവർ അറിയാതെ അവർ ഫോളോ ചെയ്തു. കാരണം എന്താ ഏതാ എന്നറിയണമല്ലോ. എന്നാൽ അതാ സൗദ ചെയറിലിരിക്കുമ്പോൾ തൊട്ടടുത്തായിട്ട് സത്താർ ചെന്നിരിക്കുന്നു. മോളെ, കുടിക്കാൻ എന്തെങ്കിലും വേണം മോൾക്ക്? എന്താ വേണ്ടത്? വെള്ളമോ ജ്യൂസോ ചായ എന്താ വേണ്ടത്? ഇക്കാൻ്റെ കുട്ടിക്ക് എന്താ വേണ്ടത്? ശരിക്കും ഷമ്മാസ് ഞെട്ടിപ്പോയി. റബ്ബേ, ഇതിപ്പോൾ കൈവിട്ട് പോയിട്ടുണ്ടല്ലോ റബ്ബേ, ഇനി എന്താപ്പോൾ ചെയ്യുക? നവാസ്കാക്ക് ഇതും കൂടി അറിയുമ്പോൾ ആകെപ്പാടെ ടെൻഷനായി. എന്തെങ്കിലും പറ്റുമാവോ? എൻ്റെ റബ്ബേ, ഇത് വല്ലാത്തൊരു. ഓല ഉമ്മയാണ് കൂടുതലായിട്ട് എന്നോട് സംസാരിക്കുന്നത്. സൗദം അല്ലാതെ സംസാരിക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ശരിക്കും ഷമ്മാസ് ഞെട്ടിപ്പോയി. എന്നാൽ അതാ ഹോസ്പിറ്റലിലെ റൂമിലേക്ക്, അതാ ഡോക്ടറുടെ റൂമിലേക്ക് കടന്നു ചെല്ലുകയാണ് സൗദയും ഉമ്മയും, കൂടെ സത്താറും. ശരിക്കും ഞെട്ടിപ്പോയി ഷമ്മാസ് ആ ഒരു കാഴ്ച കണ്ട്. റബ്ബേ, എന്തപ്പോൾ സംഭവിച്ചത്? ഇതിപ്പോൾ നവാസ്ക ഇതിലാരാ?
എന്തപ്പോ? ഷമ്മാസ് ആകെപ്പാട് ടെൻഷനായി. റബ്ബേ, ഒന്ന് റെഡിയായി വരുമ്പോൾ ഒന്ന് വിലങ്ങനായി പോവാണല്ലോ. എന്താ പഠിച്ചോനെ ഇതിങ്ങനെ? ഉമ്മയോട് പറയേ അതോ ഇക്കാക്കയോട് പറയേ, എന്താ ചെയ്യുക അറിയുന്നില്ല. ഷമ്മാസ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോന്നു. അവൻ്റെ മനസ്സിൽ ആകപ്പാടെ പല ചിന്തകളായിരുന്നു. സൗദത്തിയുടെ എന്തിനു വേണ്ടാത്ത ഓരോ പണിക്ക് നിൽക്കുന്നത് ഇവർ. നല്ല രീതിയിൽ ജീവിച്ചൂടെ? ഇനിയിപ്പോൾ നവാസ്കാക്ക് ഫസീലത്ത് അവിടെ ആണെങ്കിലും സൗദത്താക്ക് വീട്ടിൽ നിന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ ഓല് എന്തെനിക്കറിയുന്നില്ല. ശരിക്കും അതാ സൗദിയുടെ സ്വഭാവവും അവരുടെ വീട്ടുകാരുടെ സ്വഭാവവും കണ്ട് ഷമ്മാസിനെ മടുത്തു എന്ന് തന്നെ പറയാം. അവൻ നേരെ വീട്ടിലേക്ക് പോകുന്നു. നേരെ ഉമ്മയോട് കാര്യങ്ങളെല്ലാം പറയണോ അതാ നവാസ്കയോട് പറയണോ? ഒരു പക്ഷേ നവാസ്ക ഇതറിഞ്ഞാൽ എന്തായിത്തീരും? നവാസ്ക ഒരു പക്ഷേ പെട്ടെന്ന് സൗദിയെ തൊലാക്ക് ചെല്ലുവാനുള്ള എന്തെങ്കിലുമൊക്കെ ഏർപ്പാട് ചെയ്യും, അതുറപ്പുണ്ട്. അതുകൊണ്ട് ഒന്ന് തൽക്കാലം ക്ഷമിക്കാം, സൂക്ഷിക്കാം. നവാസ്കയോട് ഇപ്പോൾ ഈ ഒരു അവസ്ഥ പറയുന്നത് ശരിയല്ല. തൽക്കാലം ഉമ്മയോട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. അതായിരുന്നു ഷമ്മാസ് വിചാരിച്ചിരുന്നത്. ഉമ്മയോട് പറയുമ്പോൾ എന്തായിരിക്കും ഉമ്മയുടെ പ്രതികരണം? അഥവാ നവാസ് അറിഞ്ഞു കഴിഞ്ഞാൽ സൗദിയെ മൊഴി ചൊല്ലുമോ? എന്തായിരിക്കും? നമുക്ക് കാത്തിരുന്ന് കാണാം. സൗദിയുടെ നല്ല ജീവിതം, പുത്തൻ വീട് തറവാട്ടിലുള്ള ആ ജീവിതം അതില്ലാതാകുമോ? അവളുടെ ഉമ്മയുടെയും സത്താറിൻ്റെയും ഇടയിൽ കിടന്ന് അവൾ നരകിക്കുമോ? കാത്തിരുന്ന് കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.